നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകത്തിൽ നിർണായക നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മൃതദേഹം സംസ്കരിച്ച സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ധർമ്മസ്ഥലയിലെ 13 ഇടങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ചു നൽകിയത്. അതിൽ ആദ്യ സ്ഥലത്താണ് പരിശോധന. സാക്ഷി കാണിച്ചു കൊടുത്ത എല്ലാ സ്പോട്ടുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ജിയോ ടാഗിംഗ് നടത്തിയിട്ടുണ്ട്. ഇതിൽ സർക്കാരിന് കീഴിലും വനവകുപ്പിന് കീഴിലുമുള്ള സ്ഥലങ്ങളുണ്ട്. കെ വി ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, നിർണായക നീക്കങ്ങളാണ് ഈ സാക്ഷിയുമായിട്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിലെ പരിശോധന, അതായത് ആദ്യ സ്ഥലത്തെ പരിശോധന നടക്കുന്നു. എന്തെങ്കിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ബൈജു? ടോമെ, 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ തെളിവെടുപ്പ് സാക്ഷ്യമായി തന്നെയാണ് ഇവിടെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. 12 മണിയോട് കൂടിയാണ് സംഘം ഇവിടെ എത്തിയത്. വലിയ സുരക്ഷാ സംവിധാനത്തോടു കൂടി തന്നെയാണ് തെരച്ചിൽ. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ടോമെ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇതിൻ്റെ കുറച്ച് ദൂരമായാണ് നമുക്ക് ഇത്തരത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ കുറച്ച് സമയം മുമ്പ് ഇത്തരത്തിൽ ആരും കാണാത്ത രീതിയിൽ കാട്ടിനകത്തായിരുന്നു ഈ തെരച്ചിൽ നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥർ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത് അറിയാൻ സാധിക്കുന്നില്ല. ഏതായാലും 13 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ അടയാളപ്പെടുത്തിയിരുന്നത് ഇന്നലെ. അതിൽ ആദ്യ 1-ാം നമ്പറിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. തെരച്ചിൽ നടക്കുകയാണ്. അവിടെ കുടിച്ചു പരിശോധിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് 13 സ്ഥലത്ത് ഇന്നലെ അടയാളപ്പെടുത്തി. പിന്നീട് ഇന്ന് ആദ്യ സ്ഥലത്ത് ഇന്ന് ഈ കുഴിച്ച് പരിശോധന, അതാണ് ഇപ്പോൾ SIT സംഘത്തിന്റെ നീക്കം. എന്തായാലും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2 മണിക്കൂർ പിന്നിടുമ്പോഴും കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഈ നേത്രാവതി പുഴയുടെ തൊട്ട് തീരത്തായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഈ 1-ാം ഭാഗം ഉള്ളത്. അതിന് കാട് നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യം അതിനകത്തേക്ക് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല. പുറത്തു നിന്ന് കാണുന്ന ദൃശ്യം, തത്സമയ ദൃശ്യമാണ് ഈ കാണുന്നത്. ഇത് ഇനി 13 സ്ഥലങ്ങൾ ഇത്തരത്തിൽ പരിശോധിക്കാനുണ്ട്. അതിന്റെ മുന്നോടിയായാണ് 1-ാം ഭാഗത്തുള്ള ഈ പരിശോധന. എന്തായാലും ാണ് ഈ ധർമ്മസ്ഥല പോകുന്നതെന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും ദിവസത്തെ കഴിഞ്ഞ കുറേ സംഭവ വികാസങ്ങൾ, നാടകീയമായ പല സംഭവങ്ങൾ. ഈ ശുചീകരണ തൊഴിലാളി ആദ്യം പോലീസിൽ പരാതി നൽകിയെങ്കിലും അത് സ്വീകരിക്കാത്ത ഒരു സാഹചര്യം. പിന്നീട് കോടതിയെ സമീപിച്ച് രഹസ്യമൊഴി നൽകിയപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും DGPയെ തന്നെ അതിന്റെ മേൽനോട്ട ചുമതല നിർവഹിച്ചതും. 20 അംഗ സംഘമാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നത്. ഇതിൽ 15 മണിക്കൂറാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം. അതിൽ നിർണായകമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ എവിടെയൊക്കെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്, അതിനപ്പുറം ആരാണ് തന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചത്, ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരം ഒരു കാര്യം ഏൽപ്പിച്ചതെന്നാണ് അദ്ദേഹം മൊഴി നൽകിയിരുന്നത് നേരത്തെ തന്നെ. പക്ഷെ ഇതാരാണ്, ഏത് സൂപ്പർവൈസറാണ് എന്നൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ നടക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പരിശോധന കഴിഞ്ഞ ധർമ്മസ്ഥലയിലെ ഈ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനമായ ഒരു നിമിഷമെന്ന് പറയേണ്ടി വരും. ഇവിടെ ഈ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് ആദ്യഘട്ടത്തിൽ തന്നെ. അതായത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ നടന്ന 1994 മുതലുള്ള കാലയളവിൽ നടന്ന ദുരൂഹ മരണങ്ങൾ, 100-ലധികം പെൺകുട്ടികളെയും യുവതികളെയും അടക്കം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അവരുടെ മൃതശരീരം കുഴിച്ചു മൂടിയെന്ന വെളിപ്പെടുത്തൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ശുചീകരണ തൊഴിലാളി നടത്തുന്നത്. പക്ഷെ ആദ്യഘട്ടത്തിൽ ഈ രീതിയിൽ പോലീസിനോട് വെളിപ്പെടുത്തൽ നടത്തിയിട്ടും പോലീസ് സംരക്ഷണം നൽകിയില്ല. പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തിയില്ല. അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല. ഏറ്റവും കൂടുതൽ കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി വരുന്നത്. അത് ഏറ്റവും നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ഈ സാക്ഷി, മുൻ ശുചീകരണ തൊഴിലാളി പ്രത്യേക അന്വേഷണ സംഘത്തോട്
കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ മൃതദേഹങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് കുഴിച്ചു മൂടിയത്, ഈ സ്ഥലങ്ങളൊക്കെ കൃത്യമായും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബൈജു, നിലവിൽ സർക്കാരിന് കീഴിലും വനംവകുപ്പിന് കീഴിലുമുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിലെ പരിശോധന. അതോടൊപ്പം ധർമ്മസ്ഥല ട്രസ്റ്റിന് കീഴിലോ അതോടൊപ്പം മറ്റ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലൊക്കെ ഈ രീതിയിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടാകാം എന്ന രീതിയിലുള്ള സംശയമുണ്ട്. അതുതന്നെയാണ് നേരത്തെ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതും. ആ സ്ഥലങ്ങളിലേക്കുള്ള പരിശോധന നടത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയുമോ, അതോ കോടതിയുടെ പ്രത്യേക അനുമതി അതിനാവശ്യമാണോ? ടോമേ, അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്. ഇത് ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അത് ന്യൂസ് 18 എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളിയാണ് ആ ദൃശ്യത്തിൽ കാണുന്നത്. അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുന്നു. അത് കൃത്യമായി അവിടെ പരിശോധന നടന്നു. ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത്. ടോമിന്റെ ചോദ്യത്തിലേക്ക് വന്ന ടോമെ, ഇതിൽ ഈ പരിശോധന നടത്തിയതിനു ശേഷം ഇവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുകയാണെങ്കിൽ മാത്രം ഇനി മറ്റ് ഇടങ്ങളിലുള്ള ഈ ഇത്തരത്തിൽ അടയാളപ്പെടുത്തലുണ്ടാകും. 13 ഇടത്ത് നിലവിൽ ഇപ്പോൾ ഈ ഇത്തരത്തിൽ അടയാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ സ്ഥലങ്ങൾ ഇത് ഇനി ഒന്നാം സ്ഥലത്ത് ലഭിച്ചില്ലെങ്കിൽ തന്നെ അതിന് തൊട്ട് സമീപത്തായി വനത്തിന് അകത്ത് തന്നെ പിന്നീട് വീണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 13 സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 13 ഇടങ്ങളിലും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമേ ഇതിൽ കോടതിയിൽ ടോം ചോദിച്ചതുപോലെ മറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ സമർപ്പിക്കും. ഇതിൽ DGP നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഒരു സംഘമാണ് ഇത്. മുഖ്യമന്ത്രി നേരിട്ട് നിയോഗിച്ച ഒരു സംഘമാണ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു പരിശോധന നടക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം വളരെ പെട്ടെന്നാണ് ഇവരുടെ നടപടികളൊക്കെ ഉണ്ടായത്. ആദ്യം ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു. 15 മണിക്കൂറാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയത്. അതിന് തൊട്ടു പിന്നാലെ പിറ്റേ ദിവസം തന്നെ ഈ ഇത്തരത്തിൽ അടയാളപ്പെടുത്തുന്നു. അതായത് ഇദ്ദേഹം വെളിപ്പെടുത്തിയ സ്ഥലങ്ങളിൽ അടയാളപ്പെടുത്തുന്നു. ഇന്ന് വളരെ യാദൃശ്ചികമായി ഇന്ന് ഈ ഒരു പരിശോധനയുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കൂടി കാണുന്നു. നമുക്ക് രാവിലെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ വീണ്ടും ഇത്തരം സ്ഥലങ്ങൾ കണ്ടെത്തുമോ എന്നായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നത്. പക്ഷെ അത് കൃത്യമായി ആ വസ്തുക്കളും അതുപോലെ അതിനുള്ള ആളുകളെയും കൊണ്ടുവന്ന് ആ സ്ഥലം കുഴിച്ച് പരിശോധിക്കുന്നു. ഏതായാലും വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 കാണിക്കുന്നത്. ആ ശുചീകരണ തൊഴിലാളി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം വിരൽ ചൂണ്ടി അത് ആ സ്ഥലം കാണിക്കുന്നു. കൃത്യമായ ആ സ്ഥലം നോക്കി ഇപ്പോൾ സംഘം കുഴിക്കുന്ന ആ ഒരു ദൃശ്യമാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇത് നേത്രാവതി പുഴയുടെ തൊട്ട് സമീപത്തായിട്ടുള്ളതാണ്. ഇദ്ദേഹം വർഷങ്ങളോളം നേത്രാവതി പുഴയുടെ ഇവിടെയായിരുന്നു ശുചീകരണ ജീവനക്കാരായി ജോലി ചെയ്തിരുന്നത്. 2014 ഇവിടെ നിന്നും ഇദ്ദേഹം പലായനം ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ കുടുംബവും. കാരണം ഈ സംഭവങ്ങളെല്ലാം ചെയ്ത് ഇതിനിടയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ തന്നെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടിയാണ് ഇദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നീട് ഇയാൾക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ടായി, ഉറങ്ങാൻ പോലും സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായി. അതുകൊണ്ടാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നതെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെയാണിപ്പോൾ ഈ ഒരു സംഭവം ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ നിന്നും ലഭിക്കുന്ന മൃതദേഹാവശിഷ്ടം വളരെ പ്രധാനമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. ഇനിയുള്ള മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരച്ചിൽ, ഈ പരിശോധന വളരെ നിർണായകമാണ്. എന്നാലും വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെ തന്നെയാണ് ധർമ്മസ്ഥല ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നാലും ഇപ്പോൾ ഉദ്യോഗസ്ഥ സംഘം ആ സ്ഥലം പരിശോധിക്കുന്നു. 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ പരിശോധന. ടോം, നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ കാണാം. പുറത്തുനിന്നുള്ള ദൃശ്യമാണിത്. നേരത്തെ നമ്മളിപ്പോൾ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് ശുചീകരണ തൊഴിലാളി വിരൽ ചൂണ്ടിയ ആ സ്ഥലം കാണിക്കുന്നതും അവിടെ പരിശോധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ കാണുന്നത് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒരുപാട് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പുറത്തും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ നമുക്ക് ഇവിടെ ഈ പരിസരത്തെ ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ ഇവിടെ ഇത്തരത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കമ്പിവേലി സ്ഥാപിച്ച് ഇവിടെ ആളുകളെ നിർത്തുന്ന ഒരു സംഭവമാണ്. ഏതായാലും കൂടുതൽ ആളുകൾ ഇവിടെ രാവിലെ മുതൽ തന്നെ ഉണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ റോഡിന് മുകളിലും ഇതിന് തൊട്ട് മുമ്പ് ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന ആ റോഡാണത്. മൈസൂർ റോഡാണ്.
ആ റോഡിന് മുകളിലും ഒരുപാട് ആളുകളെ നമുക്ക് ഇതിൽ കാണാം. എന്തായാലും ഈ റോഡിന് തൊട്ട് സമീപത്ത് ദൃശ്യങ്ങൾ നോക്കിയാൽ ഇവിടെയാണ് ആ സ്ഥലം. ഇതാണ് ഒന്നാമത്തെ ആ പോയിന്റ്. ഒരുപാട് ഉദ്യോഗസ്ഥർ ഇവിടെ പുറത്തു കാണാം. പക്ഷേ എന്താണ് അവിടെ ഇപ്പോൾ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇനി അവിടെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചുവോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പക്ഷേ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. തിരച്ചിൽ പരിശോധന തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നു. എന്തായാലും 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ടോം ഈ ഒരു പരിശോധന. വ്യക്തമാണ് ബൈജു. അതോടൊപ്പം ഞാൻ നേരത്തെ ചോദിച്ചത് ഇതായിരുന്നു, ഇന്നത്തെ പരിശോധന അത് ഈ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കുമോ? കാരണം 13 സ്ഥലങ്ങളിൽ ജിയോ ടാഗിംഗ് നടത്തിയിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിലേക്കും ഇന്ന് തന്നെ ഈ മുൻ ശുചീകരണ തൊഴിലാളിയുമായി അന്വേഷണ സംഘം പരിശോധനയ്ക്കായി പോകുന്നുണ്ടോ? നിലവിൽ അത് സംബന്ധിച്ചൊരു നമുക്കൊരു വിവരം ലഭിച്ചിട്ടില്ല ടോം. കാരണം ഇപ്പോൾ ഏറ്റവും പ്രധാനം ഈ ഒന്നാമത്തെ ഈ പോയിന്റ്, ആ പോയിന്റിൽ വിശദമായി പരിശോധിക്കുക. അവിടെ ആ പരിസരത്ത് ഇയാൾ ചൂണ്ടിക്കാണിച്ച ആ സ്ഥലത്ത് നിന്നും ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നതാണ് ഉദ്യോഗസ്ഥർ നോക്കുന്നത്. ആ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഈ പരിശോധന കാണാൻ സാധിക്കുന്നത്. മറ്റ് എല്ലാ ഉദ്യോഗസ്ഥരും ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. 13 ഇടങ്ങളിലാണ് പ്രത്യേക അന്വേഷണ സംഘം മുൻ ശുചീകരണ തൊഴിലാളിയുമായി പരിശോധനയ്ക്കായി പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്ഥലങ്ങൾ, ഈ മൃതദേഹം കുഴിച്ചു മൂടിയെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ ഈ സാക്ഷി ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ എല്ലാ സ്പോട്ടുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ജിയോ ടാഗിംഗ് നടത്തിയിട്ടുണ്ട്. ഇതിൽ സർക്കാരിന് കീഴിലും വനംവകുപ്പിന് കീഴിലുമുള്ള സ്ഥലങ്ങളുണ്ട്. ധർമ്മസ്ഥല ട്രസ്റ്റിന് കീഴിലുള്ള, അതോടൊപ്പം മറ്റ് സ്വകാര്യ വ്യക്തികളുടെ പേരിലോ ഉള്ള സ്ഥലത്ത് പരിശോധന നടത്തുന്നതിന് അന്വേഷണ സംഘത്തിന് കോടതിയുടെ പ്രത്യേക അനുമതി തേടേണ്ടി വരും. അതിനുള്ള നീക്കങ്ങളും ഒരുപക്ഷെ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം ന്യൂസ് 18 എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. കാരണം ഈ സ്ഥലത്ത് ഈ പരിശോധന നടക്കുന്ന സ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, മുൻ ശുചീകരണ തൊഴിലാളിയുണ്ട്, ആ സാക്ഷിയായിട്ടുള്ള കേസിലെ പ്രധാന സാക്ഷിയായിട്ടുള്ള ശുചീകരണ തൊഴിലാളി ഓരോ സ്ഥലങ്ങളും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ഈ സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെയും കീഴിലുള്ള സ്ഥലങ്ങളിലാണ് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയത്. ഏകദേശം 1994 മുതലുള്ള കാലയളവിൽ, 20 വർഷ കാലയളവിൽ നിരവധി പെൺകുട്ടികളെ, യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ആ കാലയളവിൽ ഏകദേശം 450ഓളം പേരെ കാണാനില്ല എന്ന പരാതികളൊക്കെ ഉയർന്ന, ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. ആ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീങ്ങുന്നുണ്ട്. വൈജു, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ? എപ്പോഴാണ് ഈ പരിശോധന ആരംഭിച്ചത്? ഇത് എത്ര സമയം വരെ നീളാനുള്ള സാധ്യതയുണ്ട്? ടോമെ, 12 മണിക്കാണ് ഈ പരിശോധന ആരംഭിച്ചത്. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു പരിശോധന. ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാണ് എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആ ഒരു സ്ഥലം ആദ്യം പരിശോധിച്ച് അതിൻ്റെ വ്യക്തത വരുത്തുക എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ നിർണായകമായ ഓരോരോ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ ധർമ്മസ്ഥല കടന്നു പോകുന്നത്. കാരണം ദിവസങ്ങളായുള്ള വലിയ തോതിലുള്ള ആരോപണം, പോലീസിനെതിരെയുള്ള വലിയ പരാതി, കേസ് എടുക്കാൻ പോലും തയ്യാറാകാത്ത പോലീസ്, ഒരു അന്വേഷണം നടത്താൻ പോലും തയ്യാറാകാത്ത പോലീസ്, അപ്പോഴും വെളിപ്പെടുത്തലിൽ ഉറച്ച് ഈ ശുചീകരണ തൊഴിലാളി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇയാളെ 15 മണിക്കൂർ ഇയാൾ മൊഴിയെടുത്തപ്പോഴും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്താണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടി വരും. എന്നാലും ഇപ്പോൾ ഏത് സമയത്തും ആ ഒരു സ്ഥലത്ത് നിന്നുള്ള ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഒന്നാമത്തെ ആ ഒരു പോയിന്റാണ്. 13 പോയിന്റുകളിൽ ഒന്നാമത്തെ പോയിന്റ്, ആദ്യ പോയിന്റ് നേത്രാവതി പുഴയുടെ തൊട്ട് സമീപത്താണ്. അത് മാത്രമല്ല ഈ ബാംഗ്ലൂർ റൂട്ടിലെ പാതയോരത്തും കൂടിയാണ് ഈ സ്ഥലമുള്ളത്. വലിയ തോതിൽ കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിൻ്റെ അകത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. 13ാം പോയിന്റും അതുപോലെ തന്നെ മറ്റ് കുറേ പോയിന്റുകളും റോഡിനും വെളിയിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്ന രീതിയിലാണ്. നമ്മൾ നേരത്തെ തന്നെ അത് പ്രേക്ഷകർക്കായി നമ്മൾ നേരിട്ട് ആ സ്ഥലത്ത് പോവുകയും ആ സ്ഥലം കാണിച്ചു തോന്നും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്ന സമയം അങ്ങനെ പുറത്തുനിന്നും ആളുകൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വിഷ്വലാണ്, ദൃശ്യങ്ങളാണെന്ന് നമ്മൾ എടുത്തു പറയുന്നത്. കാരണം അത് ആ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ, അതായത് കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ ഇപ്പോൾ കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നും ഏതെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും നിർണായകമായ ഈ കേസ്. വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 2 പതിറ്റാണ്ടിനിടെ 1996 മുതൽ, അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ
ഒരു 10-30 വർഷത്തിന് മുൻപ് നടന്ന സംഭവമാണ്. അതിനിടയിൽ നടന്ന കൊലപാതകങ്ങളാണ്. ഇവിടെ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്? കാരണം ഇത്രയും വർഷം മുൻപ് നടന്ന സ്ഥലം, അത് ശുചീകരണ തൊഴിലാളി ഓർത്തു വെക്കണം. ആ കൃത്യസ്ഥലം തന്നെയാണോ ഇയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് എന്ന കാര്യം മനസ്സിലാക്കണം. അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ? അതോടൊപ്പം അറിയേണ്ടത്, ഈ ശുചീകരണ തൊഴിലാളി നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു: അധികം ആഴത്തിലൊന്നും അല്ല കുഴിയെടുത്തത്, വെറുതെ മണ്ണ് മാന്തി അവിടെ കുഴിച്ചിട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കുഴിയെടുത്ത് പരിശോധിച്ചാൽ ഉടൻ തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കാണേണ്ടതാണ്. അത്തരം പരിശോധന, കുഴിയെടുത്തുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ? ടോമെ, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ ഏറെയാണ്. കാരണം ഇത് അത്രത്തോളം വർഷം പഴക്കമുള്ള ഒരു സംഭവമായാണ് വരുന്നത്. കാരണം 95 മുതൽ 2014 വരെയാണ് ഇത്തരത്തിൽ 100ഓളം പേരെ കൊലപ്പെടുത്തിയ മൃതദേഹങ്ങൾ താൻ കുഴിച്ചുമൂടി എന്ന് പറയുന്നത്. മാത്രമല്ല, ഇതിൽ ഏക സാക്ഷി മാത്രമേ ഉള്ളൂ, ഒരേ ഒരു സാക്ഷി മാത്രമേ ഇദ്ദേഹമായ ഈ മുൻ ശുചീകരണ തൊഴിലാളിയായുള്ളൂ. മറ്റ് ഒരു കാര്യങ്ങളും ഈ പോലീസിന് മുന്നില്ല. അതുമാത്രമല്ല, ഈ പ്രദേശമെല്ലാം വലിയ തോതിൽ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വനപ്രദേശവും, അതുപോലെ തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ നേത്രാവതി പുഴയുടെ തീരത്തൊക്കെ മണ്ണൊക്കെ അടിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന വളരെ പ്രയാസകരം തന്നെയാണ്. കൂടുതൽ ആളുകളെ പുറത്തുനിന്നും എത്തിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ മണ്ണ് നീക്കിയുള്ള പരിശോധന. നേരത്തെ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ ചെയ്യുന്നത്. സാധാരണ ആളുകളെ കൊണ്ട് മണ്ണ് സാവധാനം നീക്കി അത്തരത്തിൽ പരിശോധനയാണ്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഈ മൃതദേഹ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് തെളിവ് നഷ്ടപ്പെടുന്ന രീതിയിലാവരുത്. അതുകൊണ്ട് വളരെ സാവധാനത്തിലാണ് ഈ ഒരു പ്രവൃത്തി നടക്കുന്നത്. 2 മണിക്കൂർ പിന്നിട്ടിട്ടും നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ നിന്ന് ലഭ്യമായിട്ടില്ല. പക്ഷേ ആ ദൃശ്യങ്ങൾ കാട്ടിത്തരും അദ്ദേഹത്തിന്റെ കൃത്യമായി അദ്ദേഹം മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആ മൊഴിയിൽ ഉറച്ചു നിന്നു. അതുമാത്രമല്ല, തെളിവിനായി ഇദ്ദേഹം സ്വന്തമായി പോയി ഇത്തരത്തിലൊരു തലയോട്ടി പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ കോടതിയിൽ ഹാജരാക്കി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ തലയോട്ടിയിൽ പതിഞ്ഞ മണ്ണും അത് എടുത്ത സ്ഥലത്തു നിന്നുള്ള മണ്ണും അത് രണ്ടും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പോലീസ് അതിന്റെ മറ്റു വശങ്ങളും ഈ അന്വേഷണ സംഘം നോക്കുന്നുണ്ട്. ധർമ്മസ്ഥല പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു നടപടിയും സ്വീകരിക്കാതെ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷ നൽകണമെന്ന് പറഞ്ഞ് അത്തരം നടപടികളിൽ പോലും കടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ പ്രത്യേക സംഘം വരികയും അത് സർക്കാരിന്റെ തന്നെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള DGP മേൽനോട്ടം വഹിക്കുന്ന ഒരു സംഘം വരികയും ചെയ്തത്. മുതിർന്ന IPS ഉദ്യോഗസ്ഥരാണ് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇതിന്റെ ഓരോ ഘട്ടങ്ങളും ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ബൽത്തങ്ങാടിയിലും അതുപോലെ തന്നെ മംഗളൂരുവിലും 2 ക്യാമ്പുകളാണ് ഈ സംഘത്തിനുള്ളത്. ഏതായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ വളരെ നിർണായകമായ വിവരം ഇവിടെ നമുക്ക് നൽകാനാവും, തത്സമയ വിവരം നൽകാനാവും. എന്നാൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായ ആ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർണായകമായിട്ടുള്ള പരിശോധനയാണ് ധർമ്മസ്ഥലയിൽ ഇപ്പോൾ നടക്കുന്നത്. മുൻ ശുചീകരണ തൊഴിലാളി വർഷങ്ങൾക്ക് ശേഷം നടത്തിയ വെളിപ്പെടുത്തൽ, അതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു. ഇയാളെ കഴിഞ്ഞ ദിവസം ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പിന്നീടാണ് 13 സ്ഥലങ്ങൾ, മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത 13 സ്ഥലങ്ങളിലേക്കും അന്വേഷണ സംഘം എത്തുന്നത്. മണ്ണ് കുഴിച്ച് മാറ്റിയ അതിനുശേഷം പരിശോധന നടത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബൈജു, നേരത്തെ കഴിഞ്ഞ ദിവസം ഇയാളുടെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി വിശദമായി തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞത്, തനിക്ക് പോലീസിന്റെ കൃത്യമായ ഒരു സുരക്ഷ പോലീസ് ഒരുക്കിയാൽ ആരാണ് ഈ കൊലപാതകം നടത്തിയത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയത് തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്ന് ഇദ്ദേഹം പറഞ്ഞതായിരുന്നു. പോലീസിന്റെ വിശദമായുള്ള മൊഴിയെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ആർക്കു വേണ്ടിയാണ് ഈ രീതിയിൽ തെളിവ് നശിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടോ? ടോമെ, ഇതിൽ ധർമ്മസ്ഥല പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ അട്ടിമറി ശ്രമം തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇദ്ദേഹത്തിന് സുരക്ഷ നൽകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പോലീസ് തയ്യാറായിട്ടില്ല. അതിനപ്പുറം ഏത് സ്ഥലത്താണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറണം എന്ന് പറഞ്ഞ് നിരന്തരം ഈ സാക്ഷിയെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നും തങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം എന്ന ഒരു ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചത്. അതിനുശേഷം വലിയ തോതിലുള്ള
പ്രതിഷേധം ഉയർന്നു വന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ കർണാടക സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതും. എന്നാലും ഈ ഒരു നിലവിലെ ഒരു അന്വേഷണത്തിൽ ഇവർ പൂർണ്ണ തൃപ്തരാണ്. പക്ഷേ അപ്പോഴും ഈ ശുചീകരണ തൊഴിലാളി ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ നൽകാൻ ധർമ്മസ്ഥല പോലീസ് തയ്യാറായിട്ടില്ല. ഇപ്പോൾ SITയുടെ പൂർണ്ണമായ സംരക്ഷണയിലാണ് അദ്ദേഹം ഉള്ളത്. ഇന്ന് രാവിലെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, അദ്ദേഹം ഇവിടെ എത്തിയത് പോലും ഈ SITയുടെ സംരക്ഷണത്തിൽ അവരുടെ വാഹനത്തിലായിരുന്നു. ഈ ജീവന് ഭയമുള്ളത് കൊണ്ടാണ് മൊഴി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. 2 ദിവസം 15 മണിക്കൂറാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴിയിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങളുണ്ട്. അതിൽ ഈ കൃത്യം ചെയ്യിപ്പിച്ചത് ആരാണ്, ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 13 ഇടത്ത് ഇപ്പോൾ ഈ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടെങ്കിൽ 14ാമത്തെ സ്ഥലം ഇന്നലെ, അത് വലിയ മഴയായതുകൊണ്ടാണ് മാറ്റിവെച്ചത്. അതൊരു പ്രമുഖന്റെ ഒരു എസ്റ്റേറ്റ് ആണ്. അതേതായാലും ഇന്ന് ആ സ്ഥലം പരിശോധിച്ചിട്ടില്ല. കാരണം പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ 13 ഇടങ്ങളിലെ പരിശോധന പൂർത്തിയായതിനു ശേഷം, അതായത് മണ്ണ് മാറ്റിയുള്ള പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രം ഇനി മറ്റിടങ്ങളിലേക്കുള്ള സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അടയാളപ്പെടുത്തലോ അതല്ലെങ്കിൽ പരിശോധന ഉണ്ടാകും. അതിൽ നിർണായകമാണ് ഇപ്പോൾ ഈ ആദ്യ ഭാഗത്തുള്ള ഈ ഒരു പരിശോധന. ഇനി ഇവിടെ നിന്നും ഈ മണ്ണിനടിയിൽ നിന്നും എന്ത് വസ്തുക്കൾ കിട്ടുന്നോ, കാരണം ഈ സാക്ഷി അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. അദ്ദേഹം കൃത്യമായി പറയുന്നു ഇവിടെ ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മണിക്കൂറുകൾ സമയമെടുത്തും ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. എന്നാലും അത് അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഇതിനകത്തായതുകൊണ്ട് തന്നെ പുറത്തു നിന്നും ആളുകൾക്കൊന്നും അത് കൃത്യമായി കാണാൻ സാധിക്കുന്നില്ല. കാരണം വലിയ കാട് മൂടിയ ഒരു സ്ഥലമാണ്. അതിന്റെ താഴ്ഭാഗത്താണ് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ പോലീസ് 24 മണിക്കൂറും ഈ ഒരു സ്ഥലങ്ങളിൽ, അതും കൂടെ പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് ടോമേ, ഈ 13 ഇടങ്ങളിലും 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. നേരത്തെ ഒരു സാക്ഷിക്ക് പോലും കോടതി പറഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ സുരക്ഷ നൽകാത്ത പോലീസ്, പക്ഷേ SIT അന്വേഷണം വന്നപ്പോൾ എല്ലാ 13 ഇടങ്ങളിലും ആ സ്ഥലങ്ങളിൽ കൃത്യമായ ഈ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ ഇതിന്റെ ദുരൂഹത കൃത്യമായി മാറ്റുക, മറ്റ് കാര്യങ്ങളിലേക്ക് അടുക്കുക, നിയമ നടപടികളിലേക്ക് അടുക്കുക, ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരിലെ പിടികൂടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അടുക്കുക. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ SITയുടെ ഒരു ഇപ്പോഴത്തെ നീക്കം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും വളരെ നിർണായകമെന്ന് നേരത്തെ പറയുന്നത് പോലെ ആവർത്തിച്ച് നമ്മൾ പറയുന്നത്, ഈ ഒരു ഇപ്പോൾ ലഭിക്കുന്ന ഇവിടുന്ന് വസ്തുക്കൾ അതനുസരിച്ചായിരിക്കും ഇനി ഈ അന്വേഷണത്തിന്റെ മറ്റ് നടപടികളിലേക്ക് ഏത് രീതിയിൽ എത്രത്തോളം ഗൗരവമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ടോം. വ്യക്തമാണ്. KB ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കർണാടക പോലീസ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന, പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ദുരൂഹമരണ കേസുകളുടെ, കൊലപാതക പരമ്പരകളുടെ പിന്നാലെയാണ്. അതോടൊപ്പം കേരള പോലീസ് 2 സ്ത്രീകളുടെ, ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെയും അതോടൊപ്പം ചേർത്തല സ്വദേശി ബിന്ദുവിൻ്റെയും തിരോധാന കേസുകൾക്ക് പിന്നാലെയാണ്. 2 പേർക്കും എന്താണ് സംഭവിച്ചത്, കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടോ, ഇക്കാര്യങ്ങളിലേക്കാണ് ഇനി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹാവശിഷ്ടം കണ്ടെടുത്തത്. സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ഫോൺ സൂക്ഷിച്ചിരുന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഈരാറ്റുപേട്ടയിലെ കടയിൽ സെബാസ്റ്റ്യൻ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുന്ന ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ചേർത്തലയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലും സെബാസ്റ്റ്യൻ പ്രതിയാണ്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ആയുധങ്ങളും സ്വീകരണ മുറിയിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയതായി പോലീസ് പരിശോധനയ്ക്കിടെ സ്ഥലത്തുണ്ടായിരുന്ന വാർഡ് മെമ്പർ ധന്യ ന്യൂസ് 18 പറഞ്ഞു. രക്തക്കറ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്വീകരണ മുറിയില് ഭിത്തിയില് ചെറിയ ചെറിയ പാടുകളായിട്ട് കണ്ടതായിട്ട് എന്നെ സാക്ഷ്യപ്പെടുത്തി. അവര് എന്നെ അകത്ത് വാർഡ് മെമ്പർ എന്തായാലും നിൽക്കണമല്ലോ. അതെ. അപ്പൊ അതെന്നെ കാണിച്ചു തന്നു. അത് ഫോറൻസിക് വിഭാഗം അവര് പറയുന്നത് ബ്ലഡ് തന്നെയാണെന്നുള്ളത് അവര് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ അതിന് എന്തോ 2 ആയുധങ്ങള്, കത്തിയോ വാക്കത്തിയോ ഇതൊക്കെ ആയിട്ട് അവര് അത് കൊണ്ടുപോയായിരുന്നു. ഈ പറമ്പുകളിൽ മുഴുവനും അവര് സെർച്ച് ചെയ്തായിരുന്നു. കാരണം ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് എല്ലാ പറമ്പ് ചുറ്റിനും നടന്ന് അങ്ങനെയാണ് ആ ഒരു സ്ഥലം പെട്ടെന്ന് ഒരു തീ കത്തുന്നതായിട്ട് കണ്ടു. തീ കത്തിയതായിട്ട് കണ്ടു. അതിന്റെ മേളില് ഒരു അസ്ഥിയുടെ ഒരു കഷ്ണം മുകളിൽ കിടക്കുന്നത് കണ്ടു. പിന്നെ അതിന്റെ മേളിൽ ഒരു പഴകിയ ഓല ഇഷ്ടം പോലെ ഇട്ട് മൂടിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെയാണ് ആ ഓല മാറ്റി നോക്കി എടുത്തപ്പോഴാണ് അറിയാം അസ്ഥികളുടെ കഷ്ണങ്ങൾ ഒരു 106ഓളം പീസ് അവർ കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പൊടിഞ്ഞ അവസ്ഥയിലല്ലേ? കത്തിച്ചതാണ്. അതിന്റെ ഒരു 100 മില്ലിയോളം ഇന്ധനം, ഡീസലാണെന്ന് തോന്നുന്നു, അതൊരു കുപ്പിയിൽ കിട്ടിയിട്ടുണ്ട്. മൃതദേഹാവശിഷ്ടം ആരുടേതാണെന്ന് കണ്ടെത്താൻ DNA പരിശോധന നടത്തും. സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിച്ചിട്ടില്ല. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനും അതോടൊപ്പം കോട്ടയത്ത് നിന്ന് G ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം ശരണ്യയിലേക്കാണ്. ശരണ്യ, ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ, അതോടൊപ്പം ചേർത്തല സ്വദേശിനി ബിന്ദു, രണ്ടുപേർക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലാണ് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചത്. ഇതിൽ ബിന്ദുവിന്റെ കേസിൽ സെബാസ്റ്റ്യൻ പ്രതിയാണ്. പക്ഷേ ഇതാരുടെ മൃതദേഹമാണ് വീട്ടുപരിസരത്ത് കുഴിച്ചുമൂടിയെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിച്ചിട്ടില്ല. എന്താണ് പ്രാഥമികമായും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ വിവരം? ടോമെ, വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒരിടമാണ് നമ്മൾ ഇന്ന് പോയ ആ സെബാസ്റ്റ്യന്റെ കോമ്പൗണ്ട് എന്ന് തന്നെ പറയാം. 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ചതുപ്പുകളും ഒപ്പം തന്നെ ചെറിയ ജലാശയങ്ങളും ഒപ്പം കാട് പിടിച്ചു കിടക്കുന്ന ഒരിടമാണ്. അതിന് നടുക്കാണ് ഈ സെബാസ്റ്റ്യന്റെ വീട് ഉള്ളത് എന്നുള്ളതാണ്. ഈ പള്ളിപ്പുറത്തെ ഈ വീട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനകത്ത് എന്ത് സംഭവിച്ചാലും പുറത്തേക്ക് അറിയാൻ കഴിയാത്ത രീതിയിൽ തൊട്ട് പരിസരത്തുള്ള വീടുകളൊക്കെ തന്നെയും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഉള്ള ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചാലും ഒന്നും പുറത്തേക്ക് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കൊച്ചിയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നതെങ്കിലും 2 ജില്ലകളിലായി 2 കേസുകൾ ഇപ്പോൾ ഈ സെബാസ്റ്റ്യനുമായി ചുറ്റിപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, കോട്ടയത്ത് ജൈനമ്മ എന്ന സ്ത്രീയെ, ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മ എന്ന സ്ത്രീയെ കാണാതായതും 2 ബിന്ദു പത്മനാഭൻ എന്ന ഇവിടെ പള്ളിപ്പുറം സ്വദേശിയായ ചേർത്തല സ്വദേശിയായ യുവതിയെ കാണാതായതുമായി ബന്ധപ്പെട്ട 2 കേസുകൾ. അതിൽ ആദ്യ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് ഈ സെബാസ്റ്റ്യൻ എത്തുന്നത് ബിന്ദു പത്മനാഭൻ കേസിലാണ്. അതായത് 2006-ൽ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ ഇവർ താമസിച്ചിരുന്ന ചേർത്തല ഭാഗത്തു നിന്ന് കാണാതാകുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ബാംഗ്ലൂരായിരുന്ന, പിന്നീട് ചേർത്തലയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സാമ്പത്തികമായി നല്ല സാമ്പത്തികമായി സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണ് ഈ ബിന്ദു പത്മനാഭൻ. ഇവര് സെബാസ്റ്റ്യനുമായി ബന്ധം സ്ഥാപിക്കുന്നു. അന്ന് സെബാസ്റ്റ്യന് ഏകദേശം 45 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യനുമായി ഉള്ള ബന്ധം, ഇവരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു. ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യന്റെ വീട്ടിൽ പലതവണ ഇവർ വന്നു പോയെന്നൊക്കെ പറയുന്നു. 2006-ന് ശേഷം ബിന്ദുവിനെ കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം പലപ്പോഴും സെബാസ്റ്റ്യൻ പറഞ്ഞറിഞ്ഞു തന്നെ നാട്ടുകാർ മനസ്സിലാക്കുന്നു ബിന്ദു ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ ബിന്ദുവിനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല, അവിടേക്ക് വന്നതും കണ്ടിട്ടില്ല. പക്ഷെ സെബാസ്റ്റ്യന്റെ വാക്കുകളാൽ ബിന്ദു ഇവിടെ വന്നു പോകുന്നു എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ, അതും ബിന്ദുവുമായി വരുന്നത് തന്നെ ഓട്ടോറിക്ഷയിലാണ് വരുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നീട് 2013 ഈ ബിന്ദുവിന്റെ പേരിലുള്ള കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വത്തുക്കൾ, അതായത് ബിന്ദുവിന്റെ കുടുംബ സ്വത്ത് ആദ്യം ബിന്ദുവിന്റെ രക്ഷകർത്താക്കൾ ബിന്ദുവിനെ എഴുതി നൽകി എന്നുള്ള രീതിയിൽ ഉള്ളൊരു ആധാരം വരുന്നു. ആ ആധാരത്തിന് ശേഷം ബിന്ദു ഈ സ്വത്തുക്കൾ പവർ ഓഫ് അറ്റോർണിയായി ഈ സെബാസ്റ്റ്യൻ എഴുതി നൽകിയിട്ടുള്ളതായും ഇതിന്റെ വിൽപ്പന അടക്കമുള്ള കാര്യങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളെയും സെബാസ്റ്റ്യനെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പവർ ഓഫ് അറ്റോർണി സെബാസ്റ്റ്യൻ കാണിക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലൊന്നും തന്നെ ആരും ബിന്ദുവിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ബിന്ദുവിന്റെ കുടുംബസ്ഥലം വിറ്റുപോകുന്നു. നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഏകദേശം 2.5 കോടിയോളം രൂപ വില വരുന്ന സ്വത്തുക്കൾ വിൽക്കുന്നു. നാട്ടിലുള്ള സ്ഥലങ്ങളും ഒക്കെ വിറ്റുപോവുകയും ചെയ്യുന്നു. പിന്നീട് ഈ 2013 ബിന്ദുവിന്റെ സഹോദരൻ പരാതി നൽകുമ്പോഴാണ് ഈ ബിന്ദുവിനെ കാണാനില്ല എന്നുള്ള ഒരു സംഭവം പുറത്തേക്ക് വരികയും ഈ സ്വത്ത് വകകൾ തട്ടിയെടുത്തിരിക്കുന്നത് സെബാസ്റ്റ്യൻ ബിന്ദുവിന് പകരമായി ആധാരമെഴുത്ത് ഓഫീസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു LIC ഏജന്റായ സ്ത്രീയാണെന്നും ബിന്ദുവല്ല എന്നുള്ളതും പോലീസ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണ് ഒരു തിരോധാന കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഈ ആധാരം ഇടപ്പള്ളിയിലൊക്കെ നടന്ന കേസുകളുടെ ആധാരം റദ്ദു ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ബിന്ദുവിനെ സംബന്ധിച്ച തിരോധാന കേസ് ഇവിടെ ആലപ്പുഴ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരുന്നു. പിന്നീട് ആ കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിൽ സെബാസ്റ്റ്യനെ ഒരു ഘട്ടത്തിൽ നുണ പരിശോധനയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം സെബാസ്റ്റ്യൻ അറസ്റ്റിലായ തിരോധാനമാണ്, അവിടെ മറ്റ് മർഡറോ ഒന്നുമല്ല, തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ തന്നെ ഇയാളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഇയാൾ ജയിലിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം
നുണ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെയും ഇയാള് ആരോഗ്യപരമായി തനിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ച് നുണ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് ദീർഘകാലത്തിന് ശേഷം ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട്, അത് ഈ ഘട്ടത്തിൽ തന്നെ, അതായത് ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട്, ഈ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണ സമയത്ത് തന്നെ ഇവർ നിരന്തരം സഞ്ചരിച്ചിരുന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയുടെ ഉടമയെ, ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആളെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിളിക്കുന്നു. പിറ്റേ ദിവസം അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ അവർ ഹാജരാകാൻ നൽകിയിട്ടുള്ള തീയതിക്ക് 2 ദിവസം മുമ്പ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും വളരെ ദുരൂഹത നിറഞ്ഞ ഒരു കേസാണ് ബിന്ദു തിരോധാനം. അത് കഴിഞ്ഞ് പിന്നീട് ഇയാളെ സംബന്ധിച്ച് സെബാസ്റ്റ്യൻ ആ കേസിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി പോലീസ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത ഓരോ ഘട്ടത്തിലും ഇയാൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു വിധത്തിലുള്ള സഹകരണവും അന്വേഷണ സംഘത്തിനോട് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു രീതിയിലുള്ള, ഇപ്പോൾ ശാസ്ത്രീയമായും മറ്റു രീതിയിലും ഒക്കെ ഉള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസിന് കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഇത്രയും നാളിന് ശേഷം വീണ്ടും സെബാസ്റ്റ്യൻ എന്നുള്ള ആൾ വീണ്ടും പ്രത്യക്ഷത്തിലേക്ക് വരുന്നത് ഈ ഒരു ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ വൈകിട്ടാണ് ഏറ്റുമാനൂർ നിന്നുള്ള സംഘം, അതായത് കൊല്ലത്ത് നിന്നുള്ള ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവിടെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് പരിശോധന നടത്താനായി എത്തുന്നു. ഇവിടെ അവരെത്തുന്ന സമയത്ത് ഇയാൾ കസ്റ്റഡിയിലാണ്, സെബാസ്റ്റ്യൻ ഇവരുടെ കസ്റ്റഡിയിലാണ്. ഈ പള്ളിപ്പുറത്ത് എത്തി വീട്ടിൽ പരിശോധന നടത്തിയ ഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ആ വീടിനോട് ചേർന്ന് ഒരു വീടിന്റെ തെക്ക് ഭാഗത്തായ ഒരു കുളം പോലെയുണ്ട്. ആ കുളത്തിന്റെ അരികിലായിട്ടുള്ള ഒരു ഭാഗത്ത് ഒരു ചെറിയ കുഴിയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ള, ആഴത്തിലുള്ള ഒരു കുഴി പോലുമല്ല. അതിനകത്ത് ഈ കത്തിച്ച നിലയിൽ ഈ എല്ലിന്റെ കഷ്ണങ്ങൾ കിട്ടി എന്നുള്ളതാണ്. അതായത് ഈ എല്ല് ഒരുപക്ഷെ ഒരു ബോഡി അവിടെ പൂർണ്ണമായിട്ട് കത്തിച്ചതിന്റെ ലക്ഷണങ്ങളില്ല, മറിച്ച് മനുഷ്യ ശരീരത്തിന്റെ എല്ലുകളുടെ ഭാഗങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് പഴക്കമുണ്ട് എന്നുള്ള രീതിയിലുള്ള സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും അവര് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇയാളുടെ വീട്ടിൽ, സെബാസ്റ്റ്യന്റെ വീട് അന്വേഷണ സംഘം തുറന്ന് നടത്തിയ പരിശോധനയിൽ വീടിനകത്ത് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുമുണ്ട്. ചില വെട്ടുകത്തി ഉൾപ്പെടെയുള്ള 2-3 ആയുധങ്ങളും ആ വീടിനകത്ത് നിന്ന് അവർ കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ജൈനമ്മയും ആലപ്പുഴയിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അവർ എത്തിയതെന്നാണ് വിവരം അറിയുന്നത്. ഡിസംബർ 28-നാണ് ഈ സ്ത്രീയെയും കാണാതാകുന്നത്. അങ്ങനെ 2 സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദുരൂഹത നിറഞ്ഞൊരു കേസായി ആ പള്ളിപ്പുറത്തെ വീടും ആ പരിസരവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. ഇതിൽ ആരുടെ മൃതദേഹമാണ് ഇത് എന്നുള്ളത് തീർച്ചയായും അത് തന്നെയാണ്. 23 വർഷം മുൻപ് നടന്ന ബിന്ദുവിന്റെ തിരോധാനം, 8 മാസം മുൻപ് നടന്ന ജൈനമ്മയുടെ തിരോധാനം, ഈ 2 കേസിന്റെയും അന്വേഷണത്തിലാണ് ഒടുവിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ആരുടേത് മൃതദേഹാവശിഷ്ടമാണതെന്ന് കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഈ സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല. ജി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ കേസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി സെബാസ്റ്റ്യൻ, കേസിലെ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യൻ ഇതുവരെയും പോലീസിനോട്, ക്രൈംബ്രാഞ്ചിനോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും വെളിപ്പെടുത്താത്തതാണ്, തുറന്നു പറയാത്തതാണ്. ഇനി എങ്ങനെയായിരിക്കും അന്വേഷണത്തിൻ്റെ അടുത്ത തലം? കാരണം DNA പരിശോധന നടത്തണം. ഇയാളുടെ വീട്ടുപരിസരത്ത് നിന്ന് തന്നെയാണ് ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത്. സ്വാഭാവികമായും അത് സെബാസ്റ്റ്യൻ അല്ല എന്ന്, സെബാസ്റ്റ്യൻ തന്നെയാണെന്ന് ഉറപ്പിക്കാം, സെബാസ്റ്റ്യൻ തന്നെയാണ് ആ ക്രൂരകൃത്യം നടത്തുന്ന ഉറപ്പിക്കാം. പക്ഷെ ആരെയാണ് കൊലപ്പെടുത്തി കൊന്നു കുഴിച്ചു മൂടിയതാണ് അറിയേണ്ടത്. ചോദ്യം ചെയ്യലിൽ, ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും കാര്യം, ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ചില തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ ഈ സെബാസ്റ്റ്യൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് പലതരത്തിൽ പല തെളിവുകൾ ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യുമ്പോഴും അതിനോടൊന്നും പ്രതികരിക്കാൻ സെബാസ്റ്റ്യൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ചില തെളിവുകളായി പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് CCTV ദൃശ്യമാണ്. അതായത് ഈ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യം. നേരത്തെ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ജൈനമ്മയുടെ ഫോൺ നമ്പറിൽ നിന്ന് ഈ സഹോദരിയുടെ ഫോൺ നമ്പറിലേക്ക്, ജൈനമ്മയുടെ സഹോദരിയുടെ ഫോൺ നമ്പറിലേക്ക് ഒരു കോള് വന്നിരുന്നു. പക്ഷേ അത് അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതിനെല്ലാം പിന്നാലെ പോലീസ്, അത് മേലുകാവിൽ നിന്നാണ് അതിൻ്റെ ടവർ ലൊക്കേഷൻ കണ്ടത്. ഇതിനെല്ലാം പിന്നാലെ കഴിഞ്ഞ ദിവസം ആണ് ഇത് ഈരാറ്റുപേട്ടയിൽ നിന്ന് ഈ ഫോൺ വീണ്ടും ഓൺ ആയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. അവിടെ എത്തിയപ്പോൾ ഒരു കടയിലാണ് ഈ ഫോൺ ഓൺ ചെയ്തിരിക്കുന്നത്. അവിടെ
ഒരു കടയിൽ ഈ ഫോൺ ചാർജ് ചെയ്യാൻ ഈ സെബാസ്റ്റ്യൻ വെക്കുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത്. അത് ആ ഫോൺ ദുരൂഹമായ ഒരു തുണിക്കുള്ളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, ഏതാണ്ട് മെയ് മുതൽ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം പലതരത്തിലുള്ള അന്വേഷണം നടത്തിയതിനൊടുവിലാണ് ഇങ്ങനൊരു വിവരം ലഭിക്കുന്നത്. ഇതാണ് ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ളത്. അതേസമയം തന്നെ ഇനി കണ്ടെത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതെന്തിന്, എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സെബാസ്റ്റ്യനിൽ നിന്ന് തന്നെ ചോദിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഉള്ളത് ഇത് ആരുടെ ശരീരഭാഗങ്ങളാണ് ഇവിടെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കണ്ടെത്താനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ ജൈനമ്മയുടെ സഹോദരൻ്റെയും സഹോദരിയുടെയും മൊഴി കൂടി ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. SP ഗിരീഷ് P സാരഥി, ഒപ്പം തന്നെ DYSP സാജൻ സേവ്യർ ഉൾപ്പെടെയുള്ളവർ നിന്നുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അതിലൊക്കെ ഒരു അന്തിമമായ വ്യക്തത കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് അന്വേഷണ സംഘത്തിൽ ലഭ്യമാകുന്ന വിവരം. അതായത് ഒരു തരത്തിലും സെബാസ്റ്റ്യൻ ഇതിനോട് സഹകരിക്കുന്നില്ല. തെളിവുകൾ ഇങ്ങനെ ചിലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും, ഫോൺ ഉൾപ്പെടെയുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഇന്നെന്തായാലും സെബാസ്റ്റ്യനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് കൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അത്തരം നടപടികൾ ഇനിയും ബാക്കിയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഫലത്തിൽ നടക്കുന്നുണ്ട്. ഇതിൽ കൂടെ അതായത് ഈ ശരീരം പൂർണ്ണമായും കത്തിച്ച നിലയിലാണ് എന്നൊക്കെയുള്ളതാണ്. അതായത് ചില എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അതിലൂടെ ശാസ്ത്രീയ പരിശോധനയിലൂടെ, DNA പരിശോധനയിലൂടെ ഇത് ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസ് വലിയ സങ്കീർണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടോം, തീർച്ചയായും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സങ്കീർണമായിട്ടുള്ള ഒരു കേസ് കൂടിയാണിത്. ശ്രീജിത്ത്, ഇവിടെ പ്രധാനപ്പെട്ട തെളിവ് സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ഫോൺ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള തെളിവാണ്. മറ്റൊന്ന്, ഇയാൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ഈരാറ്റുപെട്ടിൻ്റെ കടയിൽ വയ്ക്കുന്ന ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതാണ്. എവിടെ വെച്ചാകാം ഈ കൊലപാതകം നടന്നത് എന്ന കാര്യമാണ്. ജൈനമ്മ നേരത്തെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിലൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിയതാണ്. അതിനുശേഷം സെബാസ്റ്റ്യനുമായി ഇവിടെ വെച്ച് കണ്ടു. സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് അയാളെ പരിചയപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ശ്രീജിത്തിലേക്ക് എത്താം. ശരണ്യ സ്നേഹജനിലേക്ക് ഒരിക്കൽ കൂടി. ശരണ്യ, ബിന്ദുവിൻ്റെ തിരോധാന കേസ് 2002 നടന്നതാണ്. പിന്നീട് 2016-17 കാലയളവിൽ ഇവരുടെ സഹോദരൻ പരാതി നൽകുന്നു. ഈ സമയം, അതായത് ഏകദേശം ഒരു 15 വർഷ കാലയളവിനിടെ എന്തുകൊണ്ടാണ് ബിന്ദുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കുടുംബം ഒരു പരാതി പോലും നൽകാതിരുന്നത്? അതോ പരാതി നൽകിയിട്ടും അന്ന് പോലീസ് അത് ഗൗരവത്തിലെടുക്കാതെ അന്വേഷിക്കാതിരുന്നതാണോ? ടോമേ, ബിന്ദു ബാംഗ്ലൂരാണ് പഠിച്ചതും ഒക്കെ, എല്ലാ കാര്യങ്ങളും ചെയ്തതും ഒക്കെ ബാംഗ്ലൂരാണ്. അപ്പൊ ബാംഗ്ലൂരും ചേർത്തലയുമായി വന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ മറ്റു ബന്ധുക്കളായ ആരുമില്ല. ഒരു സഹോദരൻ ഉള്ളത് ഇറ്റലിയിലാണ്. ഈ പറഞ്ഞ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഈ ബിന്ദുവിന്റെ പേരിൽ ബിന്ദുവിന്റെ രക്ഷകർത്താക്കൾ മുഴുവൻ സ്വത്തും, അതായത് കുടുംബത്തിന്റെ മുഴുവൻ സ്വത്തും, സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള കുടുംബമാണ്, മുഴുവൻ സ്വത്തുക്കളും ബിന്ദുവിന്റെ പേരിലേക്ക് എഴുതി വെച്ചു എന്നുള്ള ഒരു വിവരം വരികയും അത് പിന്നീട് നടത്തിയ പരിശോധനയിൽ അത് അച്ഛൻ്റെ അമ്മയുടെ ഉപ്പ് വ്യാജ ഉപ്പാണ് എന്നുള്ള ക്ലെയിം ഒക്കെ സഹോദരൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കേസിൽ വളരെ നിർണായകമായൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഘട്ടത്തിലും ഇയാളെ ചോദ്യം ചെയ്യാൻ വരുമ്പോഴൊക്കെ ഈ സെബാസ്റ്റ്യൻ ഇതിനകത്ത് ശ്രീജിത്ത്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. എങ്ങനെയാണ് ഈ ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതെന്ന് അറിയണം. എന്തായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം, എങ്ങനെയാണ് പരിചയപ്പെട്ടത്, ഇക്കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ?
ജൈനമ്മ തന്നെയാണോ കൊല്ലപ്പെട്ടത് എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. ഇനി അവിടെ കൊല്ലപ്പെട്ട ആളെ സെബാസ്റ്റ്യൻ തന്നെ കൊലപ്പെടുത്തിയതാണോ എന്ന് വ്യക്തത വന്നിട്ടില്ല. ഇതെല്ലാം ബാക്കിയാണ്, അന്വേഷണത്തിന്റെ ഭാഗമായി ബാക്കി നിൽക്കുകയാണ് ടോം. ഇതിൽ ആകെ വന്നിട്ടുള്ളത് ഈ ജൈനമ്മയുമായി സെബാസ്റ്റ്യന് ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ഫോൺ അടക്കം ജൈനമ്മയുടേത് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നതടക്കമാണ്. ഒപ്പം തന്നെ മറ്റ് ചില സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ ചില ശ്രമങ്ങൾ നടന്നതായിട്ടുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എങ്ങനെ, ആര്, എപ്പോൾ, എന്തിനു വേണ്ടി കൊന്നു എന്നൊക്കെയുള്ളത് ഈ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും പല തെളിവുകളും ഒക്കെ എടുത്തിട്ട് കാണിച്ചിട്ടാണ് പലപ്പോഴും അന്വേഷണ സംഘം പ്രതികളെ ചോദ്യം ചെയ്യാറുള്ളത്. ഇപ്പോൾ സെബാസ്റ്റ്യൻ ഈ ഫോൺ, ജൈനമ്മയുടെ ഫോൺ കയ്യിലുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു സെബാസ്റ്റ്യൻ മറുപടി കൊടുത്തിരുന്നത്. ഈ CCTV ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഉള്ള ചോദ്യം ചെയ്യലിലും അദ്ദേഹം ചില മൂളലും ഒക്കെ നടത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഉത്തരങ്ങൾ പറയുന്നില്ല കൃത്യമായി എന്നുള്ളതാണ്. ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ പ്രശ്നം, വലിയ രീതിയിൽ പ്രമേഹ രോഗിയാണ് ഈ സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. കാലുകൾ വേച്ച് നടക്കുന്ന നിലയാണ് നമ്മൾ ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് കാണാൻ കഴിഞ്ഞ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള വിവരം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ മറ്റെന്തെങ്കിലും ശാരീരികമായി കൂടുതൽ ഏതെങ്കിലും തരത്തിൽ പോലീസിൻ്റെതായ ചില മുറകളൊന്നും പ്രയോഗിക്കാൻ പോലും കഴിയാത്ത നിലയാണുള്ളത്. അതുകൊണ്ട് തന്നെ ചോദിച്ച് വിവരങ്ങൾ എടുക്കുക എന്ന രീതി തന്നെയാണ് പരമാവധി ഇവിടെ സാധ്യമാകുക. ആരോഗ്യം അത്രയും നല്ലൊരു ആരോഗ്യമുള്ള ഒരാളല്ല, വലിയ ശരീരമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും പ്രമേഹ രോഗിയാണ് എന്നൊക്കെയുള്ളത് വലിയ പ്രതിസന്ധിയായി അവിടെ നിൽക്കുന്നു. അന്വേഷണത്തെ ഒരു പരിധിവരെ വലിയ വെല്ലുവിളിയായി നിൽക്കുന്നു. അവിടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ പരമാവധി കണ്ടെത്തി അത്തരം തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ടോം. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനും G ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പുനലൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. തമിഴ്നാട് തെങ്കാശി സ്വദേശി 38 വയസ്സുള്ള ശങ്കറിനെയാണ് കോടതി ശിക്ഷിച്ചത്. കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. ഇന്ദിര, ബാബു എന്നിവരെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് വിധി. 2023 ഏപ്രിൽ 18 കേസിനാസ്പദമായ സംഭവം. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഏറെ പ്രമാദമായ കേസാണ്. 2 വർഷത്തിനുള്ളിൽ തന്നെ ഈ കേസിൽ വിധി വന്നിരിക്കുന്നു. ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ. പുനലൂർ ഇരട്ടക്കൊലക്കേസിലാണ് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശി ശങ്കറിനെയാണ് കോടതി കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2023 ഏപ്രിൽ 18 ഇന്ദിരയെയും ബാബുവിനെയും തമിഴ്നാട് സ്വദേശി ശങ്കർ കൊലപ്പെടുത്തിയത്. ഏറെ പ്രമാദമായിട്ടുള്ളൊരു കേസായിരുന്നു. കേസിൽ 2 വർഷത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി, വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീഷ്, വിശദാംശങ്ങൾ. ടോം, 2023 ഏപ്രിൽ 18 ഈ ഒരു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പുനലൂരിലാണ്. നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകമാണ്. ഈ കേസിലാണ് ഇന്ന് വിധി വന്നിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത്. കൊല്ലം അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തവും അതുപോലെ തന്നെ 4 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയായ, തെങ്കാശി സ്വദേശിയായ ശങ്കറാണ് കൃത്യം നടത്തിയത്. ശങ്കർ നിലവിൽ മറ്റൊരു കൊലക്കേസിൽ പ്രതി കൂടിയാണ്. അയാൾ ഈ വിചാരണ കാലയളവിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം ഈ പുനലൂരിലെത്തുകയും ഈ പ്രതികൾ പുനലൂരിലെത്തുകയും ഈ കൃത്യത്തിനിരയായവർ താമസിച്ചിരുന്ന വീട്ടിലെത്തിയിട്ട് 2 പേരെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിൽ ഇന്ദിര അതുപോലെ തന്നെ ബാബു എന്നുപേരുള്ള 2 പേരെയാണ് കൊലപ്പെടുത്തിയത്. അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് കല്ലെടുത്ത് ഇന്ദിരയുടെ തലയ്ക്ക് ഇടുകയും അതുപോലെ തന്നെ ഒരു ടൈലിന്റെ പീസ് വെച്ചിട്ട് ബാബുവിനെ കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട പ്രതിയെയാണ് പോലീസ് പിടികൂടിയത്. എന്തായാലും 2023 ഈ ഒരു കേസ് നടക്കുന്നത്. കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. കോടതി ഈ പ്രതിയെ ഇന്നാണ് ശിക്ഷ വിധിച്ചത്. ടോം.
വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പുനലൂർ ഇരട്ട കൊലപാതക കേസിലാണ് പ്രതിക്ക് കോടതി ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജവഹർ നഗറിലെ ആഡംബര വീട് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനും തിരുവനന്തപുരം DCC അംഗവുമായ അനന്തപുരി മണികണ്ഠൻ അറസ്റ്റിൽ. പുലർച്ചെ ബംഗളൂരുവിലെ ഹോട്ടലിൽ നിന്ന് മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി വനിതയുടെ തിരുവനന്തപുരത്തെ ഭൂമി മണികണ്ഠനും കൂട്ടാളികളും ചേർന്ന് വ്യാജ പ്രമാണമുണ്ടാക്കി വിൽപ്പന നടത്തിയെന്നാണ് കേസ്. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ കേസിലെ, ഈ ഭൂമി തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരനാണ് അനന്തപുരി മണികണ്ഠൻ. ഇയാൾ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒളിവിൽ സംഭവത്തിന് ശേഷം, അതായത് നേരത്തെ 4 പേരെ, ഒരു യുവതിയടക്കം 4 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നാണ് ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസിന് ലഭിക്കുന്നത്. കൂടുതൽ പേർ കേസുമായി ബന്ധപ്പെട്ട് ഇനി അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി വ്യാജമായി രജിസ്റ്റർ ചെയ്യാൻ സഹായം ചെയ്ത് നൽകിയവരിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു തരത്തിലും ആർക്കും ഒരു അസ്വാഭാവികതകളും തോന്നാത്ത തരത്തിൽ വളരെ കൃത്യമായി ഈ നടപടികൾ എങ്ങനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അവിടെ ഈ ഏതാനും തട്ടിപ്പിൽ ഉൾപ്പെട്ട ആളുകൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 4 പേർക്ക് പുറമെ മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വഴിവിട്ട സഹായവും ലഭിച്ചിട്ടുണ്ടാകാമെന്നൊരു സംശയം പോലീസിനുണ്ട്. മാത്രമല്ല, ഈ ജവഹർ നഗറിലെ ഒരു വീട് ഇങ്ങനെ തട്ടിയെടുത്തതിന് പുറമെ തലസ്ഥാനത്ത് ആൾതാമസമില്ലാതെ എന്നാൽ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന അത്തരത്തിലുള്ള സമാനമായ നിരവധി വീടുകളുണ്ട്. ജവഹർ നഗറിൽ തന്നെ മറ്റ് നിരവധി വീടുകൾ ഇങ്ങനെയുണ്ട്. അങ്ങനെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധന കൂടി നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ, ഈ അനന്തപുരി മണികണ്ഠൻ ഒഴികെയുള്ളവർ ഈ ഒരു സംഭവത്തിലാണ് നേരിട്ട് ഉൾപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മണികണ്ഠന് ഈ ആധാരമെഴുത്തുമായി ബന്ധപ്പെട്ടുമൊക്കെ കൃത്യമായ ഗ്രാഹ്യമുള്ളൊരു വ്യക്തിയായതിനാൽ മറ്റേതെങ്കിലും തരത്തിൽ സമാനമായ തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാത്രിയോടെ മണികണ്ഠനെ തലസ്ഥാനത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. നാളെ കോടതിയിൽ ഹാജരാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ നീക്കങ്ങൾ. എന്തായാലും ഒരു വലിയ തട്ടിപ്പിൻ്റെ കേസുമായി ബന്ധപ്പെട്ട പോലീസ് തുടങ്ങിയ അന്വേഷണമാണ് ഒടുവിൽ അനന്തപുരി മണികണ്ഠനിൽ എത്തി നിൽക്കുകയും അനന്തപുരി മണികണ്ഠൻ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ബംഗളൂരുവിലേക്ക് കടക്കുകയും ചെയ്ത് ബംഗളൂരുവിലെ ഹോട്ടൽ മുറിയിൽ നിന്നാണ് ഇന്ന് പുലർച്ചെ ഇയാൾ അറസ്റ്റിലായതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഡാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ മുഖ്യ സൂത്രധാരനാണ് അനന്തപുരി മണികണ്ഠൻ. ഇയാളെപ്പോലെ കൂടുതൽ ഉന്നതർക്ക് ഈ കേസിൽ പങ്കുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത്, ഇവിടെ ഈ ഒരു അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ തിരുവനന്തപുരം സ്വദേശിനിയുടെ ആഡംബര വീടും കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളുമാണ് ഇയാൾ തട്ടിയെടുത്തത്. ഇതുകൂടാതെ കൂടുതൽ തട്ടിപ്പുകൾ, ഇതുപോലുള്ള ഭൂമി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? അങ്ങനെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വഴിയിലേക്ക് കൂടി അന്വേഷണം നേടുന്നത്. ഈ ആഡംബര ബസ്സിൽ ഏതാണ്ട് 10 മുറികളിലധികം ഉള്ള ജവഹർ നഗറിലെ ഒരു കണ്ണായ സ്ഥലത്താണ് ഈ വസതി. ഏതാണ്ട് 14 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടിയാണ് ഏതാണ്ട് കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ്. അതാണ് 1.5 കോടി രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റതായി ഇവർ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം അറസ്റ്റിലായ മെറിൻ ജേക്കബ്, ഡോറ അസറിയ ക്രിപ്റ്റൻ എന്ന ഈ യഥാർത്ഥ വീട്ടുടമയുടെ, അവർ ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്, അവരുടെ കൊച്ചുമകളാണെന്നും അത് ഇഷ്ടദാനം നൽകിയതാണ് എന്ന തരത്തിൽ പ്രമാണം വ്യാജമായി നിർമ്മിച്ചായിരുന്നു ഈ കച്ചവടത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തത്. അതാണ് ഒടുവിൽ ഈ ഭൂമി, അതായത് ഇതുമായി ബന്ധപ്പെട്ട കരം കെട്ടിയ രസീത് ഉൾപ്പെടെ മറ്റൊരാവശ്യത്തിനായി ഇതുമായി ബന്ധപ്പെട്ട രസീത് തപ്പുന്നതിനിടയിലാണ് ഈ വീടിൻ്റെ യഥാർത്ഥ അവകാശിക്ക് വീട് നഷ്ടമായിരിക്കുന്നുവെന്നും അത് കൃത്യമായി ഇവർ ആരും അറിയാത്ത വ്യാജ പ്രമാണം ഉണ്ടാക്കി തട്ടിയെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഡോറയുടെ സുഹൃത്തുക്കൾ അറിയുന്നത്. അങ്ങനെയാണത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തുകയും പിന്നീട് വിശദമായ അന്വേഷണം നടത്തുകയുമൊക്കെ ചെയ്തത്. നിലവിൽ ഈ 1.5 കോടിയുടെ വസതിയുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിൽ ഈ അനന്തപുരി മണികണ്ഠനാണ് മുഖ്യ കണ്ണി എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും, അതായത് രേഖകൾ വ്യാജമായി നിർമ്മിക്കുന്ന ഉൾപ്പെടെയുള്ള ഇടപാടുകൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത് അനന്തപുരി മണികണ്ഠനാണ്. അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ ആർക്കാണ് ഇതിൽ പങ്ക് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഡാൻ, നിലവിൽ മണികണ്ഠൻ ഉൾപ്പെടെ 5 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. മണികണ്ഠൻ്റെ സഹോദരന് കേസിൽ പങ്കുണ്ട്.
ഇത് എങ്ങനെയായിരുന്നു ഈ കേസിൻ്റെ ഈ ഭൂമി തട്ടിപ്പിൻ്റെ ഒരു ആസൂത്രണം? ഇത് പ്രധാനപ്പെട്ട സൂത്രധാരൻ അനന്തപുരി മണികണ്ഠനാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതുപോലെ വിദേശത്തുള്ള, അതായത് പ്രവാസികളായിട്ടുള്ള പലരുടെയും വീടുകൾ നോക്കി വയ്ക്കുന്നു, അങ്ങനെ ഭൂമി തട്ടിപ്പ് നടത്തുന്നു. ഇതിൽ വ്യാജ പല തിരിച്ചറി കാർഡുകളടക്കം ഇവർ തരപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനായി ഇവരെ സഹായിച്ച വ്യാജ തിരിച്ചറി കാർഡുകളൊക്കെ തരപ്പെടുത്തി നൽകിയ, അതോടൊപ്പം ആധാരം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വലിയ ക്രമക്കേട്, അതിന് പിന്നിലൊക്കെ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടോ? അതിന് രജിസ്റ്റർ ഓഫീസിലെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ? ആ തലങ്ങളിലേക്കൊക്കെ അന്വേഷണം നീങ്ങുമോ ഇനി? അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അന്വേഷണം ആ ദിശയിലാണ് ഇപ്പോൾ നീളുന്നത്. ഈ ഭൂമി കരം കെട്ടുന്നതുമായി ബന്ധപ്പെട്ട ആ ഇടപാടുകൾക്കായി വില്ലേജ് ഓഫീസിൽ എത്തിയ ഡോറയുടെ സുഹൃത്താണ് ഈ വീടിൻ്റെ വസ്തു കൈമാറ്റം നടന്നിരിക്കുന്നതായി, അതായത് ഈ സ്ഥലം മറ്റൊരാളുടെ പേരിൽ എഴുതി നൽകിയിരിക്കുന്നതായി ഓഫീസിൽ നിന്ന് അറിയുകയും പിന്നീട് കഴിഞ്ഞ ജനുവരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ പോലീസിന് പരാതി കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന കാര്യം പോലീസിനെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെയാണ് അർബുദ രോഗിയായ വസന്ത എന്ന സ്ത്രീ ഉൾപ്പെടെ 2 പേർ ആദ്യം അറസ്റ്റിലാകുന്നത്. അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് ഈ വ്യാജ പ്രമാണം ഉണ്ടാക്കി നൽകിയത് അനന്തപുരി മണികണ്ഠനാണെന്ന സൂചന പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് അനന്തപുരി മണികണ്ഠൻ്റെ കരമനയിലെ ഓഫീസിലടക്കം പോലീസ് വിശദമായ പരിശോധന നടത്തുകയായിരുന്നു. അതിനുശേഷം മണികണ്ഠൻ അറസ്റ്റിലാകും എന്ന ഒരു ഘട്ടം എത്തിയതോടെ മുൻകൂർ ജാമ്യത്തിന് അയാൾ കോടതിയെ സമീപിച്ചു. കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് അദ്ദേഹം കടന്നത്. പിന്നീട് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുകയാണെന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഇവിടെ നിന്ന് ബംഗളൂരുവിൽ എത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഇന്ന് അനന്തപുരി മണികണ്ഠൻ പുലർച്ചെയോടെ പിടിയിലായിരിക്കുന്നത്. തലസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന DCC അംഗമായിരുന്നു അനന്തപുരി മണികണ്ഠൻ. ഈ പോലീസ് നടപടിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ നിന്ന് മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മണികണ്ഠന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധന നടത്തുന്നതിനൊപ്പം ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ വഴിവിട്ട സഹായങ്ങളിലേക്കും പോലീസിന്റെ അന്വേഷണം നീങ്ങുകയാണ്. എന്തായാലും കോൺഗ്രസിൽ നിന്നും അനന്തപുരി മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയതായുള്ള ഔദ്യോഗിക ഉത്തരവ് വൈകാതെ ഇറങ്ങുമെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ്. എന്നാൽ വാർത്താ ഏജൻസിയായ ANI ഇന്നലെ പ്രസിദ്ധീകരിച്ച വാർത്ത പിൻവലിച്ചു. കാന്തപുരത്തിന്റെ ഓഫീസിന്റെ വാർത്താക്കുറിപ്പ് ഉദ്ധരിച്ചായിരുന്നു ഏജൻസി വാർത്ത നൽകിയത്. എക്സിലെ ഈ പോസ്റ്റ് കാന്തപുരം പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ ഏജൻസി വാർത്ത പിൻവലിച്ചതോടെ കാന്തപുരം പങ്കുവെച്ച ലിങ്കും കാണാതായി. വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തയോട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വന്നിട്ടില്ല. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, കാന്തപുരത്തിന്റെ ഓഫീസ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്ന് സ്ഥിരീകരിച്ച് ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? വിവരങ്ങൾ. ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. നാടകീയമായി ഈ വധശിക്ഷ പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായി റദ്ദാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഉത്തരവിറങ്ങുകയും വധശിക്ഷ നടപ്പിലാകാതെയും ഇരുന്നത്. ഇതിനുശേഷം പലതരത്തിലുള്ള ചർച്ചകൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ദിയാദനം സ്വീകരിച്ച് നിമിഷപ്രിയയെ മോചിതയാക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ, ഒപ്പം ആജീവനാന്തം ജയിലിൽ കിടക്കണം, പക്ഷേ വധശിക്ഷയ്ക്ക് ഇത് വിധേയമാകേണ്ടതില്ല എന്നടക്കമുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട ശേഷമാണ് ഒരു അനുകൂല നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അല്ലെങ്കിൽ ഈ വധശിക്ഷ എന്ന ഒറ്റ തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഡെത്ത് വാറന്റ് അടക്കം നൽകിയ ശേഷമാണ് കൊലക്കാരിൽ നിന്നും അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ ഒരു ഇടപെടലിന് ശേഷം പിന്നീട് നിരന്തരം യമനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഈ സൂഫി പണ്ഡിതരായ കാന്തപുരത്തിന്റെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് വഴിയാണ് ചർച്ചകൾ നടന്നത്. അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ നിരന്തരം ഈ യമൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടും ഒപ്പം ഈ നിമിഷ കൊന്ന തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആശയവിനിമയങ്ങൾ നടന്നു വരികയായിരുന്നു. എന്തായാലും ഈ നിരന്തരമായ
ചർച്ചകൾക്കൊടുവിലാണ് വധശിക്ഷ ഒഴിവാക്കിയെന്ന വിവരം കാന്തപുരത്തിന് ലഭിക്കുന്നത്. അത് ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച വിവരം യമനിൽ നിന്നും ഈ പണ്ഡിതർ മുഖേന കാന്തപുരത്തിന് ലഭിക്കുന്നത്. പക്ഷേ ഒരു ഔദ്യോഗിക ഉത്തരവായി ഇക്കാര്യം പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഉത്തരവ് ഇറങ്ങാൻ വൈകുമെങ്കിൽ പോലും ഈ വധശിക്ഷ റദ്ദാക്കി എന്ന കൃത്യമായ തീരുമാനമാണ് യമനിൽ നിന്നും തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഇന്നലെയും ഇന്നും കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. രണ്ട് സാധ്യതകൾ കൂടിയാണ് ഇനി അവശേഷിക്കുന്നത്. ഒന്ന്, കുടുംബവുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിച്ച് മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ദിയാദിനത്തിൽ ഒരു ധാരണ ഉണ്ടായാൽ മോചനദ്രവ്യം നൽകിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പണം നൽകി ബ്ലഡ് മണി എന്ന രീതിയിലുള്ള പണം നൽകി കഴിഞ്ഞാൽ ജയിൽ മോചിതയാകാം എന്ന ഒരു രീതിയിലുള്ള കാര്യമാണ് ഒരു വശത്ത് നിൽക്കുന്നത്. കാരണം മുസ്ലിം മത നിയമപ്രകാരം ഇത്തരത്തിൽ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ പെടുന്നവർ ആ ഇരകളുടെ കുടുംബത്തിന് വന്ന നഷ്ടപരിഹാരം, അവർക്ക് ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം നൽകിയാൽ മാപ്പ് നൽകി വിട്ടയക്കാം എന്നാണ് ആ ഒരു നിയമത്തിന്റെ പഴുത്. അല്ലെങ്കിൽ മുസ്ലിം അനുകൂല ഘടകം മുതലെടുക്കാനാണ്. രാവിലെ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. ആരാണ് കാന്തപുരത്തെ ബന്ധപ്പെട്ടത്? ഞങ്ങളുടെ കുടുംബവുമായി ബന്ധമില്ല, വധശിക്ഷ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എവിടെ നിന്നാണ് ആ തീരുമാനം ഉണ്ടായതെന്ന് കൂടി അറിയേണ്ടതല്ലേ? തീർച്ചയായും ഈ തലാലിന്റെ സഹോദരൻ ആദ്യം ഘട്ടം മുതൽ വൈകാരികമായാണ് ഈ വിഷയത്തെ കാണുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും സഹോദരൻ കൊല്ലപ്പെട്ടത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്ന് തന്നെ ഈ കാന്തപുരത്തിന്റെ ഓഫീസൊക്കെ പറയുന്നു. ആദ്യഘട്ടത്തിൽ ഈ വധശിക്ഷ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. അന്നും ഈ വധശിക്ഷ മാറ്റി എന്ന ഒരു ഉത്തരവ് ഇറങ്ങിയെന്ന് കാന്തപുരത്തിന്റെ ഓഫീസും മറ്റ് ഇടങ്ങളിൽ നിന്നുമൊക്കെ പുറത്തു വന്നപ്പോഴും തലാലിന്റെ സഹോദരൻ അങ്ങനെ ഒരു ഉത്തരവ് അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല, ഉടൻ വധശിക്ഷ നടക്കാൻ പോകുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ വധശിക്ഷ നടക്കും എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം അന്നും എക്സിൽ കുറിപ്പ് പങ്കുവച്ചത്. പക്ഷേ അതിനുശേഷം പിറ്റേ ദിവസം ഈ വധശിക്ഷ മാറ്റിവെച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ ഉത്തരവ് ഇറങ്ങുകയും ഇതേവരെ ആ വധശിക്ഷ നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അമിത വൈകാരികതയോടുകൂടി കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ അദ്ദേഹം ഒരു വശത്ത് ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോഴും മറുവശത്ത് ഒത്തുതീർപ്പ് ചർച്ചകൾ വലിയ പുരോഗതിയുണ്ട്. ഈ കുടുംബത്തിൽ ആദ്യം ഒരു അഭിപ്രായ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒരു തരത്തിലും മോചിപ്പിക്കാൻ കഴിയില്ല, ദിയാദിനം സ്വീകരിക്കുന്ന നിലപാടുകൾ ഉണ്ടാവരുതെന്നൊക്കെ. പക്ഷേ പിന്നീട് കുടുംബത്തിലെ പലരും ഈ പണ്ഡിതരുടെ ഇടപെടൽ മൂലം മുസ്ലിം വ്യക്തി നിയമ അടിസ്ഥാന പ്രകാരമൊക്കെയുള്ള ചർച്ചകളിലൂടെ ആ കുടുംബത്തിലെ വലിയൊരു വിഭാഗം ഒരു അനുകൂലമായ നിലപാടിലേക്ക് നീങ്ങിയിരുന്നു. ഇപ്പോഴും ഈ തലാലിന്റെ സഹോദരനടക്കം ചില അപൂർവം ആളുകളാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മോചനം ഒരു പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യാത്തത്. എന്തായാലും ഇപ്പോഴും തലാലിന്റെ സഹോദരൻ അത്തരം നിലപാടുകളിൽ തന്നെ ഉറച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഉത്തരവ് വൈകാതെ ഇറങ്ങും. അത് സംബന്ധിച്ച ഒരു കൃത്യമായ സ്ഥിരീകരണം തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത്. ഈ കേന്ദ്ര മന്ത്രാലയത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിനും ഈ സംബന്ധിച്ച കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് നിയമ അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതായുള്ള ഔദ്യോഗിക ഉത്തരവ് വൈകാതെ ഇറങ്ങുമെന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ആ വാർത്തയ്ക്ക് വേണ്ടി, ആ അറിയിപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളി സമൂഹം. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാവും. നമസ്കാരം.